അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇടത്ത് സൂറത്തുർ റഹ്മാനിൽ 12-ാമത്തെ ആയത്തിലും സൂറത്തുൽ വാഖിയയിൽ 89-ാമത്തെ ആയത്തിലും അല്ലാഹു പറഞ്ഞ റൈഹാനെ പറ്റിയാണ്, തുളസിയെപ്പറ്റിയാണ്. ഇംഗ്ലീഷിൽ ബാസിൽ എന്നറിയപ്പെടുന്ന ഈ തുളസിയെപ്പറ്റിയാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാം അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന്. ബുഖാരി ഷരീഫിലും സഹീഹ് മുസ്ലിമിലും തിർമിദിയിലും മിഷ്കാത്തിലും അബൂ നുഐമിലൊക്കെ ഈ പദങ്ങളെ സ്പർശിച്ചിട്ടുള്ള ഹദീസുകൾ കാണുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിന് വല്ലാത്ത വലിയ പ്രത്യേകതകൾ ഉണ്ട് എന്ന്. ഇതിനെപ്പറ്റി വൈദ്യശാസ്ത്രങ്ങളിൽ ധാരാളം പറയുന്നുണ്ട്. പ്രാചീന കാലത്തുള്ള ഏറ്റവും വിദഗ്ധനായ, ലോകത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ, സയൻറ്റിസ്റ്റ്, ഫിലോസഫർ ഇബ്നു സീന ഇതിൻ്റെ മെഡിക്കൽ ഫായ്ദകളെപ്പറ്റി, ഫലങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇലയും തണ്ടും ഫ്രൂട്ടും പുഷ്പങ്ങളും റൂട്ടും ഒക്കെ ഔഷധത്തിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ ബാസിൽ, തുളസി 150 ഇനം വ്യത്യസ്തമായ ഇനങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും ഉത്തമമായതാണ് ഹോളി ബാസിൽ എന്ന് പറയുന്ന തുളസി. അല്ലാത്ത തുളസികൾക്കും പ്രത്യേകതകൾ ഉണ്ട്, ഔഷധ ഫലങ്ങൾ ഉണ്ട്. അതിൽ ഒരുപാട് മിനറൽസുകളും വൈറ്റമിൻസുകളും ചേർന്ന ഒന്നാണ് ഈ തുളസി എന്നുള്ളത്. വൈറ്റമിൻ കെ, സി, എ, ഇ, B1, B2, B3, B6, അതേപോലെ തന്നെ ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, അയൺ, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, കോപ്പർ, കെരോട്ടിൻ, ലൂട്ടീൻ, ഇങ്ങനെ ഒരുപാട് മിനറൽസുകളും വൈറ്റമിൻസുകളും അടങ്ങിയ ഒന്നാണ് ഈ തുളസി എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ ഓരോന്നിനും, മിനറൽസിനും ഇതിനൊക്കെ ഒരുപാട് ഔഷധ ഫലങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനെ യൂസ് ചെയ്യേണ്ട രൂപം പല നിലക്കും അതിൻ്റെ യൂസ് പറയപ്പെടുന്നുണ്ട്, അതിനെങ്ങനെ ഉപയോഗിക്കാമെന്ന്. എങ്കിലും ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, അതിൻ്റെ ഇലയോ തണ്ടോ പുഷ്പങ്ങളോ രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അതിനൊരു 15 മിനിറ്റോളം തിളപ്പിച്ച് അതിനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ ശരിക്കും ചൂട് കുറഞ്ഞതിൻ്റെ ശേഷം ഒരു ചെറിയ ചൂടിൽ അതിനെ കുടിക്കുക. ഇത് ഒരുപാട് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. എങ്കിലും അതിൻ്റെ കൂടുതലൊന്നും കുടിക്കാൻ പാടില്ല. ഏത് മരുന്നാണെങ്കിലും അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, അതിൽ ഔഷധ ഫലങ്ങളുണ്ട് എന്ന് കരുതി കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആ പറഞ്ഞ അത്ര മാത്രം നമ്മോട് ഡോക്ടേഴ്സ് പറഞ്ഞത്, അല്ലെങ്കിൽ വൈദ്യന്മാർ പറഞ്ഞത്, അതേപോലെ അതിനെപ്പറ്റി പരിജ്ഞാനമുള്ളവർ പറഞ്ഞത് ആ നിലയ്ക്ക് ഉപയോഗിക്കുക. കൂടുതൽ ഉപയോഗിച്ചാൽ അത് മോശമായിരിക്കും. കുല്ലു ഷൈഇൻ യുജാവിസുൽ ഹദ്ദ അതാബി ലിദ്ദിഹി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏതൊരു സാധനമാണെങ്കിലും അതിൻ്റെ ലിമിറ്റിനെ ക്രോസ് ചെയ്യാൻ പാടില്ല, എന്നാൽ അത് നമുക്ക് മോശമായി ബാധിക്കും എന്നാണ് ഒരു തത്വം. അപ്പോൾ ഇതിൽ എന്തൊക്കെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്ന് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കണം. ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഔഷധപരമായത് ഉണ്ട്. അത് നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കരളിന് അത് വലിയ ശക്തി നൽകും എന്ന് മാത്രമല്ല,
നമുക്ക് വരുന്ന വിഷാദങ്ങളെ അത് കുറക്കും. വിഷമത്തിൻ്റെ മേലെയുള്ള വ്യസനങ്ങളെ അത് കുറക്കും. അതേപോലെ തന്നെ രക്തത്തിലുള്ള ഷുഗറിനെയും അത് കുറക്കും, കൊളസ്ട്രോളിനെയും കുറക്കും. അതേപോലെ തന്നെ ഈ ജലദോഷത്തിന് നല്ലതാണ്. വായിൽ വരുന്ന ഇൻഫെക്ഷനും വളരെ നല്ലതാണ്. അതിനെ കുറക്കാനും അതിനെ ഇല്ലാണ്ടാക്കാനും നല്ലതാണ്. കണ്ണിൽ വരുന്ന ഡിസോർഡറുകൾക്കും നല്ലതാണ്. പക്ഷേ കണ്ണിൽ ഉറ്റിക്കലല്ല, അതിനെ കഴിക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മരുന്ന് കഴിക്കുമ്പോഴേക്കും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് കഴിക്കണം. നാം ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെയാണ് സയൻസും പറയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത് കഴിക്കുന്നവർക്ക് എന്തൊക്കെ രോഗമുണ്ട് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സിന് എല്ലാം വിശദമായി അറിയാം നിങ്ങൾക്ക് എന്ത് രോഗമുണ്ട് എന്നും ആ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും ഒന്ന് നല്ലത് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ അടുത്ത് ചോദിച്ച് കഴിക്കലാണ് ഏറ്റവും ഉത്തമം. പിന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള ആ ഒരു ശക്തിക്ക്, ആ ഒരു പ്രത്യേക പ്രോസസ്സിനുള്ള ശക്തിക്കും വളരെ നല്ലതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടാൻ വേണ്ടി വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന വീക്കങ്ങളെ തടയാനും വളരെ നല്ലതാണ്. വായിൽ വരുന്ന ദുർഗന്ധങ്ങൾ അതിനെ തടയാനും നല്ലതാണ്. അതേപോലെ തന്നെ ചുമ, ഈ നമ്മുടെ തൊണ്ടയിൽ വരുന്ന ചൊറിച്ചലുകൾ, പനി, ഹാർട്ടിൻ്റെ രോഗങ്ങൾ ഇവകളൊക്കെ തടയാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് മറ്റുള്ള മരുന്ന് കഴിക്കണ്ട എന്നൊരിക്കലുമല്ല. മരുന്നുകൾ അതിന് കഴിക്കണം. ഇത്തരം സാധനങ്ങൾ കഴിക്കുമ്പോഴേക്ക് ഇത്തരം രോഗം വരുന്നത് കുറയും എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ചില ചെറിയ പ്രാണികൾ എന്തെങ്കിലും കടിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നല്ലതാണ്. പല്ലിന് നല്ലതാണ്, ചർമ്മങ്ങൾക്കും നല്ലതാണ്, നമ്മുടെ തലവേദനകൾക്കും നല്ലതാണ്. അത്തരം തലവേദനകളെ കുറക്കാനും അതേപോലെ തന്നെ അവയെ തടയാനും നല്ലതാണ്. അവസാനം പറയുന്നു, അത് കിഡ്നിയിലുണ്ടാകുന്ന കല്ലുകളെ വരെ അലിയിപ്പിക്കാൻ വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. അവസാനം പറഞ്ഞു, ഏറ്റവും വലിയ മാരകമായ രോഗമായ ക്യാൻസറിനെ തടയാനും നല്ലതാണ്. അങ്ങനെ അതിന് ഈ ചെടിക്ക് ഒരുപാട് പ്രത്യേകതകൾ, ഔഷധ ഫലങ്ങൾ ഇതിന് ഉണ്ട്. ഇതല്ലാത്ത വേറെയുണ്ട്, ഞാൻ ചുരുക്കി പറയുന്നതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും പറഞ്ഞ ഒരുപാട് ഔഷധങ്ങളുണ്ട്. പ്രിവെൻറ്റീവ് മെഡിസിനുകൾ വേറെയുണ്ട്. അതിന് പുറമെ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വളരെ നല്ലതാണ്. എന്നിട്ട് അല്ലാഹു തആല പലയിടത്തും പറഞ്ഞു, നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിക്കണം എന്ന്. അതിൻ്റെ അർത്ഥം അതിനെപ്പറ്റി നിങ്ങൾ ഒക്കെ റീസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾ കണ്ടെത്തണം, അതിനെ ഉപയോഗിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ ദാഇൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. ഇവിടെ ഏത് രോഗമുണ്ടെങ്കിലും അതിന് ഔഷധങ്ങളുണ്ട്, മരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല രോഗങ്ങൾക്കും അവിടെ സയൻസ് അതിൻ്റെ മരുന്ന് കണ്ടെത്താൻ വേണ്ടി അവിടെ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ എത്തും. ചില രോഗങ്ങൾക്ക് മരുന്നില്ലാത്ത രോഗങ്ങൾ എന്ന് നാം പറയുന്നു, അവിടെ സയൻസ് എത്തിയിട്ടില്ല, ചിലപ്പോൾ എത്തും. പക്ഷേ ഇവിടെ മരുന്നുകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിനെ അറിഞ്ഞവൻ അറിഞ്ഞ് അറിയാത്തവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വലിയ ഉലമാ പറഞ്ഞതും അതേപോലെ തന്നെ ഈ മെഡിസിൻ ഫീൽഡിലെ അതിവിദഗ്ധനായ ഒരു കാർഡിയോളജിസ്റ്റ്, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഹാർട്ടിൻ്റെ ഡോക്ടർമാരിൽ ഒരാളായ
ഹസ്സാൻ ഷംഷി പാഷയും പറഞ്ഞത് ഇതേ അർത്ഥമാണ്. അതിനെപ്പറ്റി അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ധാരാളം റീസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങളെ കണ്ടെത്തണം എന്നാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നാം പഠിക്കാൻ തയ്യാറാകുന്നില്ല. ആ കാര്യങ്ങളിൽ നമുക്കൊരു വിഷമമുണ്ട്. നാം പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. പരിശുദ്ധ ഖുർആനും പഠിക്കണം, ഹദീസുകളും പഠിക്കണം. അതിലൊരുപാട് അതിനെപ്പറ്റി റീസർച്ചുകൾ ചെയ്യണം. കൊല്ലങ്ങളോളം എത്രയോ കൊല്ലങ്ങൾ, 100 അതിലധികം കൊല്ലങ്ങൾ, 1000 കൊല്ലങ്ങൾ റിസർച്ച് ചെയ്താലും തീരാത്ത സയൻസുകൾ അതിൻ്റെ ബേക്കിലുണ്ട്. അത് ഒരു സയൻസിൻ്റെ ഗ്രന്ഥമല്ല, അള്ളാഹു താല നമുക്ക് ഇറക്കിയ ഒരു പരിശുദ്ധമായ ഗ്രന്ഥമാണെങ്കിൽ അതിൽ ഒരുപാട് സയൻസുകൾ അതിൻ്റെ ബേക്കിൽ, സയൻസിൻ്റെ ലോകങ്ങൾ, ഓരോ പദങ്ങളുടെ ബേക്കിൽ, പല പദങ്ങളുടെ ബേക്കിലും സയൻസിൻ്റെ ലോകങ്ങളുണ്ട്. അത് സയൻസ് ആണ്, SIGNS. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സയൻസുകൾ, ശാസ്ത്രങ്ങൾ ഉണ്ട്. അതും കൂടി നാം കണ്ടെത്താൻ വേണ്ടിയാണ് അള്ളാഹു താല പറഞ്ഞത്. 700ഓളം സ്ഥലത്ത് അള്ളാഹു താല പറഞ്ഞത് അതിനെപ്പറ്റി ചിന്തിക്കണം, ഗവേഷണം ചെയ്യണം എന്ന്. അതുകൊണ്ട് നാം നന്നായി പഠിക്കണം. നന്നായി പഠിക്കുവാനും ഇവിടെ നല്ലത് ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.